പെട്ടെന്ന് ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്ന് അറിയാത്ത ചില പ്രശ്നങ്ങളുണ്ട്. എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം, എങ്ങനെ ഇത് പരിഹരിക്കണമെന്ന് അറിയാതെ പകച്ചു ഇരുന്നു പോകുന്ന പ്രയാസം അനുഭവിക്കുന്ന പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് അവരോട് കർത്താവ് സംസാരിക്കുന്ന ആലോചന, നമുക്ക് ആ പ്രശ്നങ്ങളുടെ കാരണം അറിയില്ലായിരിക്കാം, അത് കൈകാര്യം ചെയ്യാനുള്ള പരിചയം നമുക്കില്ലായിരിക്കാം. പക്ഷേ കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് അറിയിച്ച ഒരുവൻ, അല്ലെങ്കിൽ അരുളി ചെയ്യുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യം, 65 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഇനി 89 സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യം, നീ സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കി വാഴുന്നു, തിരവുകൾ പൊങ്ങുമ്പോൾ അവയെ അമർത്തുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രശ്നം എന്താണെങ്കിലും, അതിന്റെ റീസൺ എന്താണെങ്കിലും, സമുദ്രത്തിന്റെയും തിരമാലകളുടെയും കോപവും മുഴക്കവും ഒക്കെ ശമിപ്പിക്കുന്ന ദൈവം നമ്മളുടെ ജീവിതത്തിൽ പൊങ്ങി വന്ന, ഒട്ടും പ്രതീക്ഷിക്കാത്ത കയറി വന്ന കലഹങ്ങളെയും പ്രശ്നങ്ങളെയും കർത്താവ് ശമിപ്പിക്കും. ഹല്ലേലൂയ, ആമേൻ. നമുക്കറിയില്ല അത് ശമിപ്പിക്കാൻ, പക്ഷേ അതിന് അധികാരമുള്ളത് നമ്മുടെ കൂടെ ഉണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവും കൂടെ ഇങ്ങനെ ഗദരദേശത്തേക്ക് പോകുവാനായിട്ട് അവര് ഗലീലക്കടലിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് വലിയ കാറ്റും വലിയ തിരമാലകളൊക്കെ പടകിനെതിരെ കടന്നു വരികയും തകർത്ത് കളയാനായിട്ട് നോക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ആ സമയത്ത് ശിഷ്യന്മാർ നിലവിളിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അവര് ആ സമുദ്രത്തിൽ വളരെ പരിചയമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് അവരുടെ ആ സമുദ്രത്തിൽ ഉപയോഗിക്കുന്ന ഈ വാഹനം അവര് ഉപയോഗിച്ച് ശീലമുള്ളവരാണ്. പക്ഷെ അവർ നിലവിളിച്ചു പോകുന്ന പ്രശ്നം അങ്ങനെയില്ലേ? നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസുകളുണ്ട്, പല കാര്യങ്ങളെയും ഹാൻഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ നിലവിളിച്ചു പോകും. കാരണം എന്താണെന്നറിയോ? ഇതിന്റെ കാരണം അറിയത്തില്ല. ഈ കാരണം അറിയാതിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അറ്റാക്കുകൾ വരിക, ഒരുപോലെ വരിക. അപ്പം തീർന്നുപോയി, നശിച്ചുപോയി എന്ന് ചിന്തിക്കുന്ന സാഹചര്യം വരും. അവിടെ നിലവിളിച്ചു പോകും, ആരും നിലവിളിക്കും. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് കൂടെ നിൽക്കുമ്പോഴും നമുക്ക് പ്രശ്നം അറിയാത്ത സമയമുണ്ട്. അപ്പോൾ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നീ എന്താ വിചാരപ്പെടാത്തത്? അപ്പോൾ അതിൻ്റെ അർത്ഥം, ഞങ്ങൾ നശിച്ചു പോകുമ്പോൾ കർത്താവ് കിടന്നുറങ്ങുകയാണ്, കർത്താവ് ഇതൊന്നും ചിന്തിക്കുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്നു, ദൈവം കൂടെ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്, കർത്താവ് കൂടെ ഉണ്ടോ? ഉണ്ട്. എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ പ്രശ്നം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ചോദിച്ചത്, നിനക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ. കർത്താവിന് വിചാരം മാത്രമല്ല, കർത്താവിന് അധികാരവുമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളത് ചിന്തിക്കുക, നിങ്ങൾ വിശ്വസിക്കുക. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മൾ തകരാൻ സമ്മതിക്കുകയില്ല. ശിഷ്യന്മാരോ കൂടെയുള്ളവരോ തകരാൻ അവൻ അനുവദിക്കാത്തതുപോലെ അവൻ എഴുന്നേൽക്കും. അവൻ കാറ്റിനെ ശാസിക്കും, കടലിനെ അടക്കും, തിരമാലകളുടെ കോപത്തെ ശമിപ്പിക്കും, കലഹങ്ങളെ ഒഴിവാക്കും. കലങ്ങി മറിഞ്ഞു വരുന്ന പ്രശ്നങ്ങൾ, പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന വേദനപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളോ അല്ലെങ്കിൽ കലഹങ്ങളോ ഇതൊക്കെ കയറി വരുന്ന സമയത്ത് അതിനെ അടക്കുവാൻ കഴിയുന്ന ഒരുവൻ ഉണ്ട്. ഞാൻ എന്തു ചെയ്യും, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ചിലപ്പം മക്കളുടെ ഭാഗത്തു നിന്നായിരിക്കാം, ചിലപ്പം മറ്റു പ്രിയപ്പെട്ടവരുടെ ഭാഗത്തു നിന്നായിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ നമ്മളിൽ തന്നെ നമ്മൾ അറിയാതെ കുറെ ടെൻസ്ഡ് ആകുക, കുറെ അധികം ദേഷ്യപ്പെടുക, കുറെ അധികമായിട്ട് നമ്മുടെ കൺട്രോളിൽ കാര്യങ്ങളൊന്നും പോകാത്തുള്ള വിഷമം സന്ധി ഉണ്ടാകുക. ഇങ്ങനെ പൊട്ടിത്തെറിക്കലൊക്കെ ഉണ്ടാകുന്ന സമയത്തും ദൈവത്തിന് ഇതിനൊക്കെ ശമിപ്പിക്കാൻ പറ്റും. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ചിലർ പറയുമോ, എന്ത് ചെയ്യാൻ, മരിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരികയോ അല്ലെ സാഹചര്യം വരികയോ ചെയ്യുമ്പോൾ ഓർത്തോണം, ഇത് പരിഹരിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ ചിലപ്പോൾ നമുക്കുള്ള ഉപദേശവും കിട്ടും, അതേസമയം തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവും കിട്ടും. മത്തായി സുവിശേഷം 8-26 വാക്യത്തിൽ യേശു പറയാൻ, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. മർക്കോസിന്റെ സുവിശേഷത്തിൽ 4:39 എഴുതിയിരിക്കുന്നത്, അവൻ കാറ്റിനെ ശാസിച്ചു,
കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഹല്ലേലൂയ. ശാന്തമാവില്ല എന്ന് പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ശാന്തമാകും കേട്ടോ. അതിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. ശാന്തമാകും, അതും ശാന്തമാകും. ഞാൻ വീണ്ടും പറയാം, ആ വേദനയുടെ, ആ കലഹത്തിന്റെ, ആ പ്രശ്നത്തിന്റെ നാളുകൾ കഴിയും. ഹല്ലേലൂയ. ആ മുറിവിന്റെ കാലം കഴിയും. ആ എന്താ പറയുന്നത്, അവിഖ്യാതിയുടെ കാലം കഴിയും. ആ ദുർവർത്തമാനത്തിന്റെ കാലം കഴിയും. അതിനൊക്കെ ഒരു കാലം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് കഴിയും, അത് കഴിയും. ഹല്ലേലൂയ. കാരണം അതിനെ ശാന്തമാക്കാൻ കഴിയുന്നവൻ എൻ്റെ കൂടെ ഉണ്ട്. ശാന്തമാക്കാൻ അധികാരമുള്ളവൻ. അതിന്റെ പിന്നിൽ ഏത് ശക്തിയാണ് വ്യാപരിച്ചതെങ്കിലും അതിനെ അടക്കാൻ അധികാരമുള്ളവൻ എൻ്റെ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്. ആമേൻ. ആ കർത്താവ് നിങ്ങളുടെ കൂടെയാണ്. യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. സംശയിക്കൊന്നും വേണ്ട. കർത്താവ് പറഞ്ഞില്ലേ, അല്പവിശ്വാസികൾ നിങ്ങൾ ഭീരുക്കളാകാൻ എന്ത്. അപ്പൊ അതൊക്കെ നമ്മൾ കയറി വന്നാ, പക്ഷെ ദൈവം അതിനെ അടക്കും. കർത്താവ് അതിനെ അടക്കും. അത് ഏത് മേഖലയിൽ നിന്ന് കയറി വന്നാലും, അതൊരു സ്പിരിച്വൽ ഫൈറ്റ് ആണെങ്കിലും, അത് മറ്റേതെങ്കിലും തരത്തിലുള്ള നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ബന്ധങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിനെ അടക്കാൻ കർത്താവിന് കഴിയും. ആമേൻ. അതുകൊണ്ട് നിരാശപ്പെടേണ്ട. കർത്താവ് കൂടെ ഉണ്ട്. കർത്താവ് സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കാൻ അധികാരമുള്ളവൻ. ജാതികളുടെ കലഹങ്ങളെയും ശമിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അറിയത്തില്ലാത്ത കാര്യങ്ങളിൽ ആകുലപ്പെട്ടിട്ട് ഇനി ഒരിക്കലും രക്ഷയില്ലെന്ന് ചിന്തിക്കേണ്ട. അറിയാവുന്നവൻ കൂടെ ഉണ്ട്. അവൻ പരിഹരിച്ചോളും. അവന് വേണ്ടി കാത്തിരിക്കുക. അവനോട് പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകുവാൻ ശക്തനായ ദൈവമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുകൂടുന്ന അപ്രതീക്ഷിതമായ കലഹങ്ങളെ, പ്രശ്നങ്ങളെ, തിരമാലകളെ, ഓളങ്ങളെ ഒക്കെ ശാന്തമാക്കുവാനും, കാറ്റ് അടങ്ങ്, കടലെ ശാന്തമാകുമെന്ന് പറഞ്ഞ് ശാന്തത വരുത്തുവാൻ കഴിയുന്ന കർത്താവെ, ഈ മക്കളുടെ ജീവിതത്തിൽ ദൈവമായിട്ട് ശാന്തത വരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ, എല്ലാ ആകുലങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ സംഘർഷങ്ങളും മാറിപ്പോകട്ടെ, മാനസിക വ്യഥകൾ മാറിപ്പോകട്ടെ. ദൈവം സകലത്തിന് ഒരു ശാന്തത നൽകുന്നതിനായി നന്ദി. അവർക്ക് ശാന്തത വന്ന് അവർ ആഗ്രഹിച്ച് തുറമുഖത്ത് എത്തിയത് എഴുതിരുന്നതുപോലെ മക്കൾക്ക് ദൈവം ഒരുക്കുന്ന ദൈവിക പദ്ധതിയിലേക്ക് എത്തുവാൻ ദൈവം സഹായിക്കണം. ദൈവികമായ ശാന്തത ഉണ്ടാകട്ടെ. സമാധാനത്തിന് ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചുകളയും. പിന്നിൽ വ്യാപരിക്കുന്ന കലഹങ്ങൾ ഉണ്ടാക്കുന്ന, സമാധാനം കെടുത്തുന്ന സകല സാത്താന്യ ശക്തികളെയും കർത്താവ് ശാസിച്ചകറ്റും. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കും. ഈ മക്കളുടെ വിഷയത്തിൽ കർത്താവ് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഒരു ശാന്തത വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ശാന്തത വരട്ടെ. ശാന്തതയും സമാധാനവും വരട്ടെ. അമ്മയെ ഞങ്ങളത് സ്വീകരിക്കുക. കർത്താവിന്റെ സാന്നിധ്യം സ്വീകരിക്കുകയാണ്. ശാന്തത വരട്ടെ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം ഒരു ശാന്തത വരുത്താൻ പോവുകയാണ്. വിശ്വസിക്കുക. ഈ സന്ദേശം നിങ്ങളെ നേർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പീസ്ഫുൾ ഡേ.